ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം കാസർഗോഡ് മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷനും ഒഴിപ്പിച്ചു. പോലീസുകാരെ സമീപ സ്റ്റേഷനിലേക്ക് മാറ്റി. ചാലിങ്കലിൽ കരാർ കമ്പനിയുടെ അനധികൃത മണ്ണെടുപ്പിന് ഡിജിറ്റൽ സർവേയിൽ തെളിവ്. പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി നിതിൻ ഗഡ്കരി കൂടിക്കാഴ്ച ഉച്ചയ്ക്ക്. സിബിഐ അന്വേഷിക്കണമെന്ന് വി ഡി സതീശൻ. ആശങ്ക വർദ്ധിപ്പിച്ച് കോവിഡ് വ്യാപനം. 24 മണിക്കൂറിൽ കേരളത്തിൽ മാത്രം സ്ഥിരീകരിച്ചത് 287 പേരിൽ. രാജ്യത്തെ പകുതിയിലധികം കേസുകളും കേരളത്തിൽ. രാജ്യത്താകെ ഇന്നലെ 7 മരണം. തിരുവനന്തപുരം കണ്ണാശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവ്. ഇടത് കണ്ണിലെ അസുഖത്തിന് വലത് കണ്ണിൽ കുത്തിവയ്പ് നൽകി. ഡോക്ടർ SS സജീഷിനെ സസ്പെൻഡ് ചെയ്തു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിഭാഗം പുരോഹിതനെ പുറത്താക്കി സഭാ സ്പെഷ്യൽ ട്രൈബ്യൂണൽ. നടപടി ഫാദർ വർഗീസ് മണവാളിനെതിരെ ഉടൻ നടപ്പാക്കണമെന്നും സഭാ കോടതി. KC വേണുഗോപാലിന് പിന്നാലെ ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന ആരോപണം ഉന്നയിച്ച് വി ഡി സതീശനും. പെൻഷൻ ഇപ്പോൾ നൽകുന്നത് നിലമ്പൂരിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കണ്ടാണ് 6-7 മാസത്തെ പെൻഷൻ കുടിശ്ശിക വരുത്തും. എന്നിട്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഈ എല്ലാ വീടുകളിലും ഈ പൈസ സൂക്ഷിച്ചു വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കൊണ്ടുപോയി ഒരുമിച്ച് കൊണ്ടുപോകും. അതൊരു ശരിയായ രീതിയാണോ? അതാണ് KC വേണുഗോപാൽ ചോദിച്ചത്. ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു. പ്രതിരോധിച്ച ഇടത് നേതാക്കൾ പെൻഷൻ വാങ്ങുന്ന 60 ലക്ഷം പേരെ UDF കൈക്കൂലിക്കാരാക്കിയെന്ന് M സ്വരാജ്.